ഹായ് ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു കോമൺലി ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് സംസാരിക്കാനാണ്. എന്ന് പറഞ്ഞാൽ മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയെ കുറിച്ച് സംസാരിക്കാനാണ്. പൊതുവെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സോഫ്റ്റ്വെയർസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൂടുതൽ സാലറി കിട്ടും. അത് വളരെ തെറ്റായിട്ടുള്ള ധാരണയാണ്. ഇപ്പോൾ നിങ്ങളൊരു കോമൺ ഒരു കോഴ്സ് എടുത്തു, അനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട്സ്, അത് ഓക്കെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം അനിമേഷനും VFXും അതിനകത്ത് ഗ്രാഫിക് ഡിസൈനിങ്ങും നമ്മൾ പഠിക്കുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് നിങ്ങൾ ഏത് ഏരിയയിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ആ ഒരു ഏരിയക്കകത്തായിരിക്കും നമ്മൾ അവസാനം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളൊരു കമ്പനിയിൽ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് അറിയാം എന്നുള്ള ഒരു ബേസിലല്ല. അത് വളരെ തെറ്റായിട്ടുള്ള ധാരണയാണ്. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർസിനെ കാട്ടിയും സോഫ്റ്റ്വെയർ അറിയാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ഞാൻ പറഞ്ഞ പോലെ 80% ഓഫ് ടെക്നിക്കൽ സ്കിൽ നോളജും പിന്നെ ബാക്കി നമ്മുടെ എന്താണ് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു 20% ഓഫ് നോളജാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് പഠിക്കുക. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ആണെങ്കിൽ ഫോട്ടോഷോപ്പ്, കോറൽഡ്രോ, ഇല്ലുസ്ട്രേറ്റർ, ഇൻഡിസൈൻ, ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. അപ്പം അനിമേഷൻ വിഷ്വൽ എഫക്ട്സ് ആണെന്നുണ്ടെങ്കിൽ വിഷ്വൽ എഫക്ട്സിൻ്റെ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അത് ബേസിക്കലി ഫോട്ടോഷോപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അതായത് ഇൻഡിസൈൻ അങ്ങനെ സോഫ്റ്റ്വെയർ ഒന്നും വരത്തില്ല. അപ്പം അക്കാഡമിക്സ് ആ രീതിയിലാണ് ഇതിന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം അരീന ആനിമേഷൻ ആണെങ്കിൽ അത് വ്യക്തമായിട്ട് അവരുടെ സിലബസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിൽ വൃത്തിയായിട്ടുള്ള സിലബസും കാര്യങ്ങളും വെച്ചിട്ടാണ് അരീന ആനിമേഷൻ അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ അനിമേഷൻ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട്സ് ആ ഒരു കോംബോ എടുത്തു കഴിഞ്ഞാൽ അത് അനിമേഷനും പഠിക്കാം, വിഷ്വൽ എഫക്ട്സും പഠിക്കാം. പ്ലസ് നമുക്കിപ്പോൾ ഫോട്ടോഷോപ്പോ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്ററും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കാം. അപ്പോൾ നമുക്കൊരു പ്ലസ് ആണ്. മീൻസ് എല്ലാ സോഫ്റ്റ്വെയറും പഠിക്കുക എന്നുള്ളതിനെക്കാട്ടിയും നമുക്ക് ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ഏരിയക്കകത്ത് നമുക്കൊരു സ്പെഷ്യലൈസേഷൻ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോഴും ഇത് അറിഞ്ഞിടാത്ത ഒരുപാട് പേര് ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിൻ്റെ എല്ലായിടത്തും ഞാൻ പറയുന്ന കാര്യമാണ്. ഞാൻ അരീന ആനിമേഷൻ ട്രിവാൻഡ്രത്താണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എല്ലായിടത്തും ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഏത് ഏരിയയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ഏരിയയിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത്. സോ ഈ ഒരു ടിപ്പ്, കാരണം ഞാൻ പഠിച്ച സമയത്തൊന്നും എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ ആൾക്കാരില്ലായിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റാസ് അവൈലബിൾ ആണ്. എല്ലാ ഇൻഡസ്ട്രിയും പോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ഡാറ്റാസ് അവൈലബിൾ ആണ്. എന്നാലും നമ്മൾ പഠിച്ചു തന്നപ്പോൾ ആ ഒരു സാഹചര്യമല്ല. നിങ്ങൾക്ക് അപ്ഡേറ്റ് വളരെ കൂടുതലാണെന്ന് അറിയാം. അപ്പോൾ ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ, ഇപ്പോൾ ഉദാഹരണത്തിന് മായ ഫോർ അനിമേഷൻ. അപ്പോൾ അവിടെ നമ്മൾ 3D മാക്സിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി 3D മാക്സിൽ ഇപ്പോൾ അനിമേഷൻ ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. വല്ലപ്പോഴും ഒരു പ്രോജക്റ്റ് വരും. അപ്പോൾ നമുക്ക് മായെന്ന് ഇപ്പം എന്താണ് അനിമേഷൻ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്വിച്ച് ചെയ്യാം. കാരണം നമുക്ക് ഓൾറെഡി ഒരു സോഫ്റ്റ്വെയർ അറിയാവുന്നുണ്ട്. സോ സോഫ്റ്റ്വെയർ ഇസ് നോട്ട് എ കൺസേൺ, ബട്ട് ദ റിയൽ എന്താണ് ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ആൻഡ് പിന്നെ നമ്മുടെ ആ ഒരു ടെക്നിക്കൽ സ്റ്റഫുമാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. സോ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.